എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടി കഴിക്കാൻ പറ്റുന്ന ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് റെസിപ്പീസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം ഇവിടെ ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഞാൻ ആ ഒരു സെയിം പാൻ തന്നെ വീണ്ടും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യ് കുറച്ചും കൂടി ബാക്കിയുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ തേങ്ങ തിരുവിയത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു തേങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നെയ്യിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. തേങ്ങയുടെ കളർ ഒന്നും മാറിപ്പോകരുത്. അതുപോലെ തന്നെ തേങ്ങ ക്രിസ്പി ആയിട്ട് വരാതിരിക്കാനും ശ്രദ്ധിക്കണം. തീയെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാനായിട്ട്. ഞാൻ നേരത്തെ നേന്ത്രപ്പഴം വഴറ്റിയപ്പോഴും തീയെ ലോ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. തേങ്ങ വഴറ്റുന്ന സമയത്തും തീയെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ ആവശ്യത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കരപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ശർക്കരപ്പൊടി ഒന്ന് ഉരുകി വരുമ്പോഴത്തേക്കുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് വറ്റി വരുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പഞ്ചസാരയാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തേങ്ങയിലേക്ക് യോജിച്ച് വരും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും തേങ്ങയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റൗ ഓഫാക്കിയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതൊക്കെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാഷ്യൂനട്ട് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് ബദാമോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന ആ ഒരു നേന്ത്രപ്പഴവും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും നേന്ത്രപ്പഴവും എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടണം. അതുകൊണ്ട് തന്നെ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുഴുങ്ങിയ നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴം നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇതിപ്പോൾ അത്യാവശ്യം നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. തൊലിയൊക്കെ കറുത്തു പോകുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ നേന്ത്രപ്പഴം എല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് അരിപ്പൊടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇടിയപ്പത്തിനും അപ്പത്തിനും അതുപോലെ തന്നെ പത്തിരിക്കും ഒക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ, ആ ഒരു അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വറുത്ത പച്ചരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മാവിന് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു മാവ് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിലേക്ക് നെയ്ക്ക് പകരം വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നേന്ത്രപ്പഴം അത്യാവശ്യം നല്ല ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. ആ ഒരു നേന്ത്രപ്പഴത്തിൽ വേണം നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്.
ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വെള്ളം വേണം എന്ന് തോന്നുവാണെങ്കിൽ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ 1-2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാണ്ടാണ് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവമുണ്ടല്ലോ, ഇടിയപ്പം അതുപോലെ തന്നെ ഇലയട അതിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവിൽ നിന്നും കുറച്ച് അധികം മാവെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി ഒരു ബോൾ ഷേപ്പാക്കി എടുക്കുക. ഈ ഒരു അളവിൽ വേണം മാവെടുക്കാനായിട്ട്. അതിനുശേഷം ഇലയിൽ നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തരുത്, നമ്മൾ സാധാരണ ഇലയടയ്ക്കൊക്കെ പരത്തുന്ന പോലെ തിന്നായിട്ട് പരത്തരുത്. കുറച്ച് തിക്കായിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് നൈസായി പോവരുത്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ ഒരു ഘനത്തിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് നൈസായിട്ട് പരത്തരുത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് മറ്റൊരിലയിൽ പരത്തിയെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഈ ഒരു പലഹാരം വന്നിട്ട് നമുക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ചായയുടെ ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫില്ലിംഗ് വന്നിട്ട് ഇതിൽ ഒരെണ്ണത്തിൽ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ പഴവും ഒക്കെ വെച്ചിട്ടാണ് ഫില്ലിംഗ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫില്ലിംഗ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അവലൊക്കെ ചേർക്കണമെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും എപ്പോഴും ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ രണ്ടാമത് പരത്തി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇഡ്ലി ചെമ്പിൻ്റെ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇതിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതൊരു 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റീം ചെയ്യുന്ന പ്രോസസ്സിൻ്റെ വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത്. ഞാനിപ്പോൾ ഇതൊരു 25 മിനിറ്റ് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ അടയും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതും ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന അത്ര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പീസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.